goes by, and I've been holding everything inside, but now I've got nothing left to hide. Well, I'm with you, oh you, but I can't see how strong a man I'm gonna have to be to do for you. It comes so naturally, it's in the way you move. And all I want is a chance to prove, show all I can do. I believe in starting over, I can see that your heart is true. I believe in good things coming back to you. You're the light that lifts me higher, so bright you got me through. I believe in you, and I don't mind if you want to hold on to me tight. You don't have to sleep alone tonight if you don't want to. And all I want is to know you're near. You're all I need here. I believe in starting over, I can see that your heart is true. I believe in good things coming back to you. You're the light that lifts me higher, so bright you got me through. I believe in you. I know that there are times when you feel worthless, like all the love you get you don't deserve it. Sometimes I feel my faith is just a burden on you. I believe in starting over, I can see your heart is true. I believe in love, you give me reason to. You're the light that lifts me higher, so high up in the sky. I think we're gonna fly. I believe in starting over, I can see that your heart is true. I believe in love, you give me reason to. You're the light that lifts me higher, so bright you got me through. I believe in you, I believe in you, I believe in you. Whoa, you got me through. I believe in you. സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. കരുണയായ ദൈവമേ, സ്വർഗീയനാഥ, ഈ മനോഹര നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമാർത്താവെ, അവിടുന്ന് ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് ആക്കിയത് അവിടുത്തെ പദ്ധതി പ്രകാരമാണ്, അവിടുത്തെ നിശ്ചയപ്രകാരമാണ്. ഞങ്ങൾ ഓരോരുത്തരെയും ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഓരോ ഉത്തരവാദിത്വമായിട്ടാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ഭംഗിയെ നിറവേറ്റുവാൻ
ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിച്ച് അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്നു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് അവിടുത്തെ നിശ്ചയപ്രകാരം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന പ്രിയപ്പെട്ട മകനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ആ മകന് നീ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ആ മകന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന മകളെയും സമർപ്പിക്കുന്നു. ദൈവമേ, രണ്ടുപേരും രണ്ട് വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ, വിവിധ മാതാപിതാക്കളുടെ ശീലങ്ങളിൽ വളർന്നു വന്നവരാണ്. അവരെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഏൽപ്പിച്ചു നൽകുന്നു. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ രണ്ടുപേരും എവിടെ ആയിരിക്കുമ്പോഴും എങ്ങനെ ആയിരിക്കുമ്പോഴും അവരുടെ മധ്യത്തിൽ നീ ഉണ്ടാകണം, നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. നീ ഇല്ലാതെയുള്ള ഒരു നിമിഷം പോലും അവരുടെ ജീവിതത്തിൽ, അവരുടെ ചിന്തകളിൽ, അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം തിരുരക്ത കോട്ടക്കുള്ളിൽ നിന്റെ പ്രിയപ്പെട്ട മക്കളെ രണ്ടുപേരെയും സമർപ്പിക്കുകയാണ്. രണ്ട് മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, രണ്ട് കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, രണ്ട് കുടുംബങ്ങൾ ഒന്നാകുമ്പോൾ ദൈവമേ അവിടുത്തെ കരുണയും കൃപയും അവിടുത്തെ സാന്നിധ്യവും രണ്ട് കുടുംബങ്ങൾക്കും ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം വിജയിപ്പിക്കണമെങ്കിൽ ബലഹീനരായ ഞങ്ങൾ കഴിയുകയില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആയതിന് പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടാകണം, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുണ്ടാകണം, പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണം ഉണ്ടാകണം. ആയതിനു വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ യാചിക്കുകയാണ്. ദൈവമേ, ഈ മക്കളെ അവിടുന്ന് കാത്തുപരിപാലിക്കണമേ. ഈ മക്കൾക്ക് വേണ്ടി ഇന്ന് നടത്തപ്പെടുവാൻ പോകുന്ന വിവാഹ കൂദാശയെ അവിടുന്ന് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തനിലൂടെ പരിശുദ്ധാത്മാവ് ഈ മക്കളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം, ഇവരുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇരട്ടിയായി വർദ്ധിക്കുവാൻ തക്കവണ്ണം, ആദിമ നൂറ്റാണ്ടിലെ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനായിട്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് യാചിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, കാനാവിലെ കല്യാണത്തിന് അമ്മ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കുറവുകൾ പരിഹരിക്കപ്പെട്ടത്. ആയതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥ ഞങ്ങൾ യാചിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ്റെയും മകളുടെയും വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ആ വിവാഹ കൂദാശയിൽ സൽക്കാര കർമ്മങ്ങളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നമേ, ഞങ്ങൾ കാണുന്നതിന് മുന്നമേ കാണുവാൻ കഴിയുന്ന അമ്മ അത് കണ്ടുപിടിച്ച് പരിഹരിക്കുവാൻ അമ്മയുടെ തിരുക്കുമാരനോട് യാചിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ അവിടുന്ന് ഉണ്ടാകണമേ. ഈ മക്കളെ യോജിപ്പിക്കുവാൻ പോകുന്ന അഭിഷിക്തനോട് കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ മകൻ്റെ കരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളാകുവാൻ വേണ്ടി അമ്മ പ്രത്യേകമായിട്ട് യാചിക്കണമേ. പ്രത്യേകം നടക്കുന്ന സൽക്കാര കർമ്മങ്ങളിലൊക്കെയും അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹഗിരി നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കളും നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുക എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പ്രവർത്തിച്ച അടയാളങ്ങളുടെ അല്പമാണ് ഗലീലയിൽ കാനായിൽ ചെയ്ത അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും കൂടി ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി. അവരവിടെ ഏതാനും ദിവസം താമസിച്ചു.
കാണുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അകലത്തിലേക്ക് ഇടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും നിൽക്കുന്നവരെയും സർവ്വമായി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗത്തിലേക്ക് പ്രവേശിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗ്ഗത്തിലാകെ കണ്ടാനന്ദിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിന്റെ ഹൃദയവും മാറിയോസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ ഹൃദയമേ ഞങ്ങൾക്ക് രക്ഷിക്കണമേ. മറിയത്തിന്റെ ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കണമേ. വിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കണമേ. വിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 2. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 ആളോ കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവേൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ എല്ലാം നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. I could see it in your eyes from the moment we first met. There was something different about you. I couldn't see myself without you. Now I know what it is that makes me love you like I do. It's all that I've been longing for. I don't have to look for it anymore. You give me something to believe in, a hope that I can build on, a trust and a devotion. I'm caught up in emotion. Will I walk beside you? Will I give my heart away? Will I hold you in my arms at night? Will I bow my head and pray? Will I promise to be faithful? Will I do this every single day? Will I be there to protect you? Will I keep the vow I made? Will I give you all of my love? I say yes to all of the above. You can see it in my eyes when we are close together. The feelings that I just can't hide, things that my heart can't deny. Now I know what it is that makes me love you like I do. You're all that I've been longing for. I don't have to look for you anymore. You give me something to believe in, a hope that I can build on, a trust and a devotion. I'm caught up in emotion. Will I walk beside you? Will I give my heart away? Will I hold you in my arms at night? Will I bow my head and pray? Will I promise to be faithful? Will I do this every single day? Will I be there to protect you? Will I keep the vow I made? ജീവിയെയും ചോയ്സിനെയും അവരുടെ ആരംഭിക്കുന്ന കുടുംബജീവിതത്തെയും അവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ഇവിടെ അയക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് കഷ്ടതകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത്തിന് സഹായം നൽകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏറ്റവും ഭക്തിയോടെ വിവാഹത്തിൻ്റെ തിരുത്തരണങ്ങളെ വന്ദിച്ചാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. വിവാഹത്താൽ ഹൃദയത്തിൽ ജീവിക്കുവാൻ ജിമ്മിയെയും ചോയ്സിയും ഒന്ന് വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളായി ഭഗവന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരി വള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിൽ ഓരോ ദിവസവും കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പറയാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് പൊടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലനമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും.
സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനയാ സർവേശ പരിപാവനയാ ബലവാനേ പരിപാവനയാ അമർത്യനേ അങ്ങ് നൽകിയിട്ടുള്ളതെല്ലാം കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ജീവിതാന്തരീയവുമായ കർമ്മമതലസരം ശ്രവിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി അങ്ങ് ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലപണിതേനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങനെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ സഹോദരൻ വിശുദ്ധ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 9 മുതൽ 7 വരെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനമനുസരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് അനയിക്കാൻ ഭാര്യമാർ കഴിയും. അവർ നിങ്ങളുടെ അറിവുപൂർവ്വവും നിഷ്കളങ്കവും പെരുമാറ്റവും കാണുന്നതുമാണ് ഇത് സാധ്യമാകുന്നത്. ബാഹ്യമോടികളായി ഇന്ത്യ മുടിയവും സ്വർണ്ണാഭരണം വിശേഷ വസ്ത്രങ്ങളുമല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാർന്ന അനശ്വരത്വം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥൻ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നത്. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യാവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2:1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം കലക്കുന്ന 6 ഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് വെള്ളമായിരുന്നു. ഭരണികളിൽ വെള്ളം തളിക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരം. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. ഏറ്റവും സ്നേഹനിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രിയ നിറഞ്ഞ ജിമ്മി ചോയ്സ്, പ്രിയമുള്ളവരെ, നാം എല്ലാവരും വളരെയേറെ സന്തോഷത്തിലാണ്. കാരണം
ഈ ദിനം ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആമോദത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സുദിനമാണ്. ഒരുപക്ഷെ ഈ കർമ്മത്തിന്റെ തുടക്കത്തിൽ വികാരിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ചുറ്റുപാടുകളൊക്കെയും ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, സഹിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ തീർച്ചയായിട്ടും ഈ വിവാഹ ജീവിതം അതിൻ്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഇവിടെ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ നമ്മളുടെ ഇന്ന് ഇത് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ജെബിയുടെയും ചോയ്സിയുടെയും ജീവിതത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. ഒരുപക്ഷെ എന്തൊക്കെ ഈ ലോകത്ത് നടന്നാലും ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു ദിനം. അതുകൊണ്ടാണ് ഇന്ന് ജിമ്മിയെ നോക്കുക. ജിമ്മിനൊന്നും പോയിട്ടാൻ തോന്നുന്നു, പക്ഷേ വളരെ ആരോഗ്യവാനായി, നല്ല സുമുഖനായി, സുന്ദരനായി ഈ ദേവാലയത്തിൽ അണിഞ്ഞൊരുങ്ങി ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ചോയ്സിന് ഒട്ടും മോശമൊന്നുമല്ല. ചോയ്സ് എനിക്കറിയാത്തതുകൊണ്ടാണ്, ജിമ്മിനെ എനിക്കറിയാൻ വർഷങ്ങളായി. അപ്പോൾ ഒട്ടും മോശമില്ലാതെ ഇതാ ചോയ്സിനും തന്റെ ജീവിതത്തിൽ ഏറ്റവും നന്നായി ആത്മീയമായി ഒരുങ്ങി, ഭൗതികമായി ഒരുങ്ങി ഈ ദേവാലയത്തിൽ നമ്മയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പോകുവാനായിട്ട് കടന്നു വന്നിരിക്കും. പ്രിയമുള്ളവരെ, ഇവർക്കെല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്നതിന്റെ പേരിൽ എല്ലാവിധ ഭാവങ്ങളും ഞാൻ ആശംസിക്കുക. ജിമ്മി ചോയ്സ് ദൈവമാണ് നിങ്ങൾ യോജിപ്പിക്കുക. ഒരുപക്ഷെ ജിമ്മിയുടെ ജീവിതത്തിൽ, ചോയ്സിയുടെ ജീവിതത്തിൽ എന്തുമാത്രം വാഗ്ദാനങ്ങൾ നടത്തിയിട്ടുള്ളത് അല്ലേ? ഒരു മനസ്സിൽ പല അച്ഛനൊന്നും പറയേണ്ടത് പോലെ പല ആളുകളെ കണ്ടുമുട്ടി, ജിമ്മിയും കുറെ പെൺകുട്ടികളെ കണ്ടുമുട്ടി കാണും, ചോയ്സിയും കുറെ ആൺകുട്ടികളെ കണ്ടുമുട്ടി കാണും. അല്ലെങ്കിൽ ജീവിതത്തിൽ കൊച്ചു കൊച്ച് വാഗ്ദാനങ്ങളും ഒക്കെ പറഞ്ഞു കാണും, തെരഞ്ഞെടുപ്പ് നടത്തി കാണും. പക്ഷേ ഇന്ന് ജിമ്മി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് തന്റെ ജീവിതത്തിന്റെ പങ്കാളിയായിട്ട് മരണത്തിന്റെ അവസാന ആ നിമിഷം വരെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട വ്യക്തിയുടെ ജീവിതം. ചോയ്സിമാർ തന്നെ ഒരുപാട് പേരിൽ നിന്ന് ഇതാ ജിമ്മിയെ തെരഞ്ഞെടുത്തു. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് ജിമ്മിയും ചോയ്സിയും നിങ്ങൾ ചെയ്യാൻ പോകുന്ന വാഗ്ദാനം അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന തീരുമാനം അത് മരണം വരെ ഉറച്ചു നിൽക്കേണ്ട തീരുമാനമാണ്. സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും അനുഗ്രഹത്തിന്റെയും കുടുംബജീവിതമായിരിക്കട്ടെ നിങ്ങളുടെ രണ്ടുപേർക്കും. തീർച്ചയായിട്ടും ജിമ്മിക്കും ചോയ്സിനും എല്ലാം നേരുകയ രണ്ടുപേരും വളരെ കഴിവുകളാണ്. ജിമ്മിന് ഒത്തിരി അറിയാം, ഒരുപാട് നന്മയും ഗുണങ്ങളും. ജിമ്മിയുടെ ഒരു പ്രത്യേകത ഇപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മുഖമാണ്, സന്തോഷമാണ്. ആള് കാഴ്ചയിലെങ്കിലും വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് കാര്യം വിലയിരുത്തുകയും നീതിബോധ അവസരത്താവിനെ പോലെ നീതിബോധമുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ചോയ്സിയും ഒട്ടും മോശമല്ല. കാര്യം ഇവിടെ വന്നപ്പോൾ പേടിച്ചിരിക്കുകയാണ്, എന്തായി തീരുമാനം വിചാരിച്ച് പേടിക്കുന്നുണ്ട് ചോയ്സിന്. ഇനി പാപ്പ അപ്പൊ അച്ഛനറിയാം. അപ്പൊ രണ്ടുപേരും വളരെ നല്ലവരാണ്. ജീവിതം ഭംഗിയാകട്ടെ. എല്ലാ ആശംസകളും നിങ്ങൾ നേരുന്നു. നമുക്ക് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയനായി സകലരെയും ക്ഷണിക്കുന്ന വിഷയമായി അങ്ങയുടെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ പങ്കാളിയാകുവാൻ വിവാഹബന്ധത്തിന്റെ അവ്യക്തതയെ പറ്റി പഠിപ്പിച്ച വിഷയമായി പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായി കല്യാണത്തിൽ വെച്ച് തൻ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച വിഷയമായി അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യശാന്തിയും അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടെ ആരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം വിജയമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം ഇവയിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസത്തെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യ
കിരീടം നേടുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാക്കളെയും ഈ നിർഗമത്തിൽ പങ്കെടുത്തവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. ആദിയിൽ പുരുഷന് തിരുസഭയ്ക്ക് നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്തൃമാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളുടെ ഈ ജിമ്മിയെയും ചോയ്സിയെയും ശക്തരാക്കണമേ. അങ്ങയുടെ പ്രഭാകരം സ്വന്തമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മ സർവ്വേശ്വര എന്നേക്കും. വിവാഹത്തിന്റെ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടുപേരും ജിമ്മിയും ചോയ്സിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയോടെ ഈ തീരുമാനം ജിമ്മി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ചോയ്സിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ചോയ്സ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജിമ്മിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലായത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ബന്ധിപ്പിക്കുന്ന ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണം. ഐക്യത്തിന്റെ പ്രതീകമായി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശം സന്തോഷവും സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരസ്പരം ജീവിക്കുവാനും ഇതിൽ മുതലമായിരിക്കുന്ന പുരുഷൻ ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിലൂടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം ധരിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കാരണവാനായ കർത്താവേ, ഈ മന്ത്രമൂടി ആശീർവദിക്കണം. പൂർണ്ണമായ ആത്മസമർപ്പണം പരസ്പര സ്നേഹവും നിലനിൽക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണം. നിലമണവാട്ടിയായ പരിശുദ്ധമേ, മഹത്വത്തിന്റെ വസ്ത്രത്തിന്റെ കർത്താവേ, ലോകത്തിൽ സുഖകരമായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ മഹത്വം പ്രവണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പ്രതിജ്ഞ ഉറക്കെ ഏറ്റെടുക്കുന്നു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസത്തോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് ഈ വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ, നിങ്ങൾ തലവച്ച് ആശീർവാദം സ്വീകരിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവർ നമ്മളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായെ
നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശുവിൻ്റെ കൈകളിൽ എൻ്റെ ഈ ചെറുജീവിതം അർപ്പണം ചെയ്യുന്നു ഞാൻ. കാഴ്ചയായേകിടാം യേശുവിൻ്റെ കൈകളിൽ എൻ്റെ ഈ ചെറുജീവിതം അർപ്പണം ചെയ്യുന്നു ഞാൻ. ദുഷ്കാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിന്നീടുള്ള രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. മിശിഹായുടെ ശരീരം രക്തവും കടങ്ങളുടെ പുറത്തേക്ക് നിത്യമായ ശരീരത്തിന് കാരണമാകട്ടെ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനിണം നുകരാൻ അതിയായ ദാഹമുണ്ട്. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനിണം നുകരാൻ അതിയായ ദാഹമുണ്ട്. അതിനായി വരമേകണേ, അതിനേശോ നീ വരണേ. അതിനായി വരമേകണേ, അതിനേശോ നീ വരണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. സമാധാനങ്ങളോടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ നമ്മുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തലയിലേക്ക് ഇവരെ കാത്തുകൊള്ളണമേ. അബ്രഹാമിനെയും സാറായും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളിൽ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂതാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ആശംസകൾ നേരുന്നു. ഇനി 2 ഫോട്ടോകൾ ഇവിടെ വെച്ച് എടുക്കും. അതിനുശേഷം അവരുടെ വധുവും
സൈൻ ചെയ്യും. അതിനുശേഷം എല്ലാവരും ദയവായി നിങ്ങൾ പോകും. ഹോളിലെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ലളിതവും മിതവും മാതൃകാപരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. When I make mistakes, you have what it takes to speak to me so I can change and be a better man. When it feels too much, all you do is touch me on my back where you know well will calm me down inside. Though I know few are your words, but still I feel your love. The way you hold yourself so I can be who I am. I am the one for you. You are the one for me. 'Cause baby all you do is bring out what is best in me. What was unseen to me, now I see them with you. You bring balance to my life, so love me as if you would be my wife. When I'm negative and too sensitive, you help me open up my eyes to see what's beautiful. Babe, you never lie, even if sometimes it's very hard to tell the truth. You'll find a way somehow. Though I know few are your words, but still I feel your love. The way you hold yourself so I can be who I am. I am the one for you. You are the one for me. കാവലും കരുണയും നീ, നോവിലും നീനവിലും നീ, തലോടുന്ന സാന്ത്വനമായി ഈശോയേ, നീ ആശ്വാസം കണ്ണീരിൽ, നീ ആനന്ദം നാഥ, കനിയോ സ്നേഹം ചൊരിയോ എന്നാഥനേ, എന്നാത്മനേ, അറിയാതെ അകലാതെ അകതാരിലലിവോടെ ആത്മനാഥനണഞ്ഞിടും എൻ ഹൃദയവേദികളിൽ, അറിയാതെ അകലാതെ അകതാരിലലിവോടെ ആത്മനാഥനണഞ്ഞിടും എൻ ഹൃദയവേദികളിൽ, കുരിശിന്റെ നിഴലായിടും കനിവിന്റെ തണൽ മേഘമേ, ഇരുൾ മൂടുമൻ നയനങ്ങളിൽ നിറദീപമാ തെളിയേണമേ.
Tell me that you want me, and I'll be yours completely, for better or for worse. I know we'll have our disagreements, be fighting for no reason. I wouldn't change it for the world. 'Cause I knew the first day that I met you, I was never gonna let you slip away. And I still remember feeling nervous, trying to find the words to get you here today. You make my heart feel like it's summer when the rain is pouring down. You make my whole world feel so right when it's wrong. Yes, I know you are the one. That's why I know you are the one. Life is easy to be scared of. With you I am prepared for what is yet to come. 'Cause our two hearts will make it easy, joining up the pieces, together making one. You make my heart feel like it's summer when the rain is pouring down. You make my whole world feel so right when it's wrong. 'Cause I know you are the one. That's why I know you are the one. When we're together you make me feel like my mind is free and my dreams are unreachable. You know I never ever believed in love, but believed one day that you would come along and free me. You make my heart feel like it's summer when the rain is pouring down. You make my whole world feel so right when it's wrong. Yes, I know you are the one. That's why I know you are the one. That's why I know you are the one. That's how I know you are the one. I found a love for me. Darling, just dive right in, follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine. Baby, I'm dancing in the dark with you between my arms, barefoot on the grass. We're listening to our favorite song. When you said you looked a mess, I
whispered underneath my breath, but you heard it, darling. You look perfect tonight. Well, I found a woman stronger than anyone I know. She shares my dreams. I hope that someday I'll share her home. I found a love to carry more than just my secrets, to carry love, to carry children of our own. We are still kids, but we're so in love, fighting against all odds. I know we'll be alright this time. Darling, just hold my hand, be my girl, I'll be your man. I see my future in your eyes. Baby, I'm dancing in the dark with you between my arms, barefoot on the grass, listening to our favorite song. When I saw you in that dress, looking so beautiful, I don't deserve this, darling. You look perfect tonight. No, no, no. Baby, I'm dancing in the dark with you between my arms, or barefoot on the grass, or listening to our favorite song. I have faith in what I see. Now I know I have met an angel in person, and she looks perfect. I don't deserve this. You look perfect tonight. तुझको मैं रख लूं वहाँ जहाँ पे कहीं है मेरा यकीन। मैं जो तेरा ना हुआ किसी का नहीं, किसी का नहीं। ले जाए जाने कहाँ हवाएं हवाएं, ले जाए तुझे कहाँ हवाएं हवाएं। बेगानी है ये बागी हवाएं हवाएं, ले जाए मुझे कहाँ हवाएं हवाएं। ले जाए जाने कहाँ, ना मुझको खबर ना तुझको पता। ओ बनाती है जो तू वो यादें जाने संग मेरे कब तक चले। इन्हीं में तो मेरी
सुबह भी ढले शाम ढले मौसम ढले ख्यालों का शहर तू जाने तेरे होने से ही आबाद है हवाएं हक में वही है आते जाते जो तेरा नाम ले വാനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞിൻ ചില്ലിലൂടെ ഒന്നുമില്ലേ ചായുകില്ലേ ഓർമ്മ പെയ്യും ചില്ലമേലെ തേടും കണ്ണിലൂടെ മായും നോവിലൂടെ വീണ്ടും പൊരുകില്ലേ വാനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞിൻ ചില്ലിലൂടെ ഹേമന്തം മൂടി മൂടി താഴ്വാരം മാഞ്ഞതല്ലേ വീണൊഴിഞ്ഞു മണ്ണിലാകെ തൂവസന്തം വന്ന പോലെ പിന്നെ